ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓംബ്രെ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഇല്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അധികം എക്സ്പെൻസീവായ ചേരുവകളൊന്നും ഈ കേക്കിൽ യൂസ് ചെയ്യുന്നില്ല. വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നമുക്ക് കൊക്കോ പൗഡറും ചോക്ലേറ്റ് ബാറും കൂടി വേണമെങ്കിൽ മിക്സ് ആയിട്ട് ഉപയോഗിക്കാം. ചോക്ലേറ്റ് ബാർ കുറച്ച് എക്സ്പെൻസീവ് അല്ല, അതുകൊണ്ട് കൊക്കോ പൗഡർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൊക്കോ പൗഡർ മാത്രം എടുത്താലും നല്ല ടേസ്റ്റി തന്നെയാണ്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിനി സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടും. നിങ്ങൾ കൊക്കോ പൗഡറും ചോക്ലേറ്റ് ബാറും കൂടി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടീസ്പൂൺ കൊക്കോ പൗഡറിന് പകരം 1.5 ടീസ്പൂൺ ഉപയോഗിക്കാം. ഇതിങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഒരു 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കൂടി മിക്സ് ആക്കി എടുത്ത ശേഷം ഒരു സൈഡിലോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര പൊടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് മിക്സിയുടെ ആവശ്യമുള്ളൂ. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചോക്ലേറ്റ് മിക്സിലോട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ എടുക്കാം. 1 കപ്പ് മൈദയിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മൈദ നമുക്ക് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടിക്കോളും. ഇതുപോലെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടാനാണ് ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണേ. അരിച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം വേറൊരു ബൗളിലോട്ട് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏത് ഇൻഗ്രീഡിയൻസ് എടുത്താലും അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം നന്നായി പതപ്പിച്ചെടുക്കണേ. ഞാൻ ഇത്രത്തോളം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ വാനില എസൻസ്, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ ബാക്കിയുള്ളതില്ലേ, ആ പഞ്ചസാര ഇവ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 100 ഗ്രാം ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടറാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയേ. ബട്ടർ ഈ ഒരു മിക്സിലോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഇളക്കി ഈ ബാറ്ററും ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് മിക്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മളെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇതിൽ നിന്ന് ആദ്യം നമുക്ക് 1/2 കപ്പ് ബാറ്റർ ഒന്ന് അളന്നെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത കൊക്കോ പൗഡർ ഇല്ലേ, അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറിൻ്റെതും ആ ബാറ്ററും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കണേ. ഞാനിവിടെ ഓൾറെഡി കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കുറച്ച് മൈദ ഒന്ന് തൂവി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ ചോക്കോ മിക്സിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ഒരു 1/2 കപ്പ് ബാറ്റർ കൂടി എടുത്ത് ഈ ചോക്ലേറ്റ് മിക്സുമായിട്ട് ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളെ കേക്കിന് 2-3 ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം താഴെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ കിട്ടും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഇനി മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ചേർക്കാത്ത ലെയറും കൂടി വരും. ഇത് വളരെ പതിയെ വേണം നമ്മുടെ കേക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. 2 ലെയറും കൂടി മിക്സ് ആയി പോവരുത്. ഞാൻ ആ സ്പൂൺ ഉപയോഗിച്ച് പതിയെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പതിയെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്റർ ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും പതിയെ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പം മുഴുവൻ ബാറ്ററും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി പതിയെ ലെവൽ ചെയ്ത് പതിയെ ടാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോഴൊരു 90% ഒക്കെ പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. ലുക്കിലല്ലല്ലോ ടേസ്റ്റിലല്ല കാര്യമല്ലേ. ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതാണല്ലോ നമ്മുടെ ഓവൻ അല്ലേ, നല്ലൊരു വട്ടച്ചെമ്പുണ്ടായാൽ തന്നെ മതി. അതിലോട്ട് ഞാനൊരു ചെറിയ തെരിക ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ടായിട്ടാണ് നമ്മൾ കേക്ക് ട്രേ വെക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, കേക്കിന്റെ മോൾഡ് അതിലോട്ട് വെക്കുമ്പോഴും എടുക്കുമ്പോഴും കൈ പൊള്ളരുത്. അതുകൊണ്ട് പതിയെ സൂക്ഷിച്ച് മാത്രം വെക്കുകയും എടുക്കുകയും ചെയ്യുക. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് റെഡിയായി കിട്ടാം. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എന്നാണ് അർത്ഥം. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരുമേ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു 40 മിനിറ്റോളം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 20 മിനിറ്റായി കുക്കായില്ലല്ലോ എന്ന് കരുതി പേടിക്കേണ്ട, കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റിക്കുമ്മലൊന്നും ഒട്ടുമേ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. സൂക്ഷിച്ചെടുക്കണേ. എടുത്ത് മാറ്റിയ ഉടനെ തന്നെ ഒരു തുണി ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോവേ. ഇനി നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നോളും. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ വിട്ട് വന്നോളും. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടുമേ കരിയാതെ കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ നമുക്ക് പതിയെ മാറ്റാം. ബട്ടർ പേപ്പറിൻ്റെ കണ്ടോ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തതല്ലേ. ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയായി കേക്ക് കാണാനല്ലേ. നല്ല സോഫ്റ്റുമാണ്. ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഒക്കെ ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൻ്റെ 3 ലെയർ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ. അടിയിൽ ആ കുഞ്ഞു ബ്രൗൺ കളർ ലെയർ, അതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ലെയർ, മുകളിൽ ഏറ്റവും വൈറ്റ് കളർ ലെയറായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ ഇനി കേക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെ ഒത്തിരി കേക്കിൻ്റെ റെസിപ്പികൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്